ഒരു ക്വസ്റ്റ്യനാണ്, നമ്മുടെ കോണിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നേരത്തെ നമ്മൾ കോണിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തെന്ന് തോന്നുന്നു, എന്തായാലും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കാം. എ കോൺ ഓഫ് ബേസ് 40 mm, അറിയാം ബേസ് ഡയമീറ്റർ 40 mm ആണ് പറഞ്ഞിരിക്കുന്നത്. ആക്സിസ് 70, ഹൈറ്റ് 70, ലോങ് വൺ ഓഫ് ഇറ്റ്സ് ജനറേറ്റേഴ്സ് ഓൺ HP. ഇവിടുത്തെ കണ്ടീഷൻ നോക്കി. ഒരു ജനറേറ്റർ എന്ന് പറയുന്നത് എന്തിലാണ്? HP-യിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജനറേറ്റർ HP-യിൽ കിടക്കുക. ഇപ്പോൾ ജനറേറ്റർ സാധാരണ നമ്മൾ കോണിൻ്റെ പ്ലാനും എലിവേഷനും വരയ്ക്കും. കോൺ എവിടെ വെച്ചുകൊണ്ട് നമ്മുടെ HP-യിൽ വെച്ചുകൊണ്ട് പ്ലാനും എലിവേഷനും വരയ്ക്കും. എന്നിട്ട് കോണിൻ്റെ ആക്സസ് ചിലപ്പോൾ ചരിക്കും, ചിലപ്പോൾ ബേസ് ചരിക്കും, ചിലപ്പോൾ അതിൻ്റെ ജനറേറ്റർ ചരിക്കും. ഇവിടെ പറഞ്ഞേക്കുന്ന ജനറേറ്റർ ഓൺ HP എന്നാണ്. ജനറേറ്റർ ആക്ച്വലി ഇൻക്ലൈൻഡ് ടു HP അല്ല, ജനറേറ്റർ HP-യിൽ കിടക്കുകയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു കോണിൻ്റെ പരിപാടി പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇതാണ് കോണെന്ന് വയ്ക്കുക. അപ്പോൾ ഈ കോൺ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ ഇപ്പോൾ ഇതാണ് കോണെന്ന് വെച്ചു. ഇപ്പം നമ്മുടെ കോണാണ്. അപ്പോൾ ഈ കോണിൻ്റെ ജനറേറ്റർ, ഇതൊക്കെ ജനറേറ്ററാണല്ലേ, ഇതിൻ്റെ സെൻറ്റർ O1 O2. അപ്പോൾ ഇതിൻ്റെ ജനറേറ്റർ ഓൺ HP. അപ്പം നമുക്കൊരു പ്ലെയിൻ ഉണ്ടെങ്കിൽ കോൺ ഇങ്ങനെ കിടക്കണം, അതായത് HP-യിൽ എടുത്തിടണം ആ ജനറേറ്ററിന്. അപ്പോൾ ഇതാണ് ആ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ HP-യിൽ. അപ്പോൾ ആദ്യം നമുക്കിങ്ങനെ നൂത്ത് വെച്ചേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അടുത്ത റൊട്ടേഷനിൽ ഇതിനെ എന്തിലോട്ട് റൊട്ടേറ്റ് ചെയ്ത് HP-യിലേക്ക് ഇടണം. അപ്പോൾ ജനറേറ്റർ എവിടെ ടച്ച് ചെയ്തിരിക്കും? ഈ ഒരു ജനറേറ്റർ, ഇത് നമ്മളെ ജനറേറ്റർ അല്ലേ, ഈ ജനറേറ്റർ നമ്മുടെ HP-യിൽ ടച്ച് ചെയ്തിരിക്കും. എ പ്ലെയിൻ കണ്ടെയ്നിങ് ദാറ്റ് ജനറേറ്റർ, ആ ജനറേറ്റർ കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിൻ ആൻഡ് ദ ആക്സിസ് ഈസ് പെർപെൻഡിക്കുലർ ടു HP ആൻഡ് ഇൻക്ലൈൻഡ് ടു 45 degree ടു. അത് ഒരു പ്ലെയിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു പ്ലെയിൻ, ആ പ്ലെയിൻ എന്ന് പറയുന്നത് എന്താണ്? ജനറേറ്റർ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പ്ലെയിൻ ഉണ്ട്. ആ പ്ലെയിൻ എത്ര ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്? 45 degree ഇൻക്ലൈൻഡ് ടു VP ആണെന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ റൊട്ടേഷൻ നമ്മൾ അത് വെച്ചായിരിക്കും വരയ്ക്കുന്നത്. അപ്പോൾ അത് വരുന്ന സമയത്ത്, മൂന്നാമത്തെ റൊട്ടേഷൻ വരുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ അവിടെ പറയാം. അപ്പോൾ ആദ്യത്തെ രണ്ട് കണ്ടീഷൻ സിമ്പിൾ പൊസിഷൻ വെച്ചിട്ട് ഈ ഒരു ഫസ്റ്റിൽ പ്ലാനും ഇതിൻ്റെ എലിവേഷനും, അതേപോലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അടുത്തതിനടുത്ത് ജനറേറ്റർ എടുത്ത് HP-യിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ പ്ലാനും അതിൻ്റെ എലിവേഷനും വരച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത റൊട്ടേഷനിലാണ് നമ്മൾ ഇൻക്ലൈൻ ടു VP എന്ത് ചെയ്യാൻ പോകുന്നത്? വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മൂന്നാമത്തെ റൊട്ടേഷനിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു XY ലൈൻ വരച്ചിട്ട് ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി തുടങ്ങുകയാണ്. ഇവിടെ XY ലൈൻ വരച്ചിട്ടു. ഇതാണ് എൻ്റെ XY ലൈൻ. ഞാൻ ഇത്തിരി ഡാർക്ക്നെസ് കൂട്ടി വരയ്ക്കും, അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ കോണിൻ്റെ ഡയമീറ്റർ 40 mm ആണ്. അപ്പോൾ 40 mm ആണ് അതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ. എൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് അപ്പോൾ എത്രയാണ്? 20 mm ആണ്. അപ്പോൾ ഞാനിതിൽ 20 mm കോമ്പസിലെടുത്തു. ഈ 20 mm കോമ്പസിലെടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ പ്ലാൻ എലിവേഷൻ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര ഇൻഫ്രണ്ട് ഓഫ് VP ഒന്നും പറഞ്ഞിട്ടില്ല, എൻ്റെ കോൺ മാറി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം? കോണിൻ്റെ എന്തായാലും ഔട്ടർ പ്രൊഫൈൽ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഡാർക്ക് ആയിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു? ഈ സർക്കിൾ അങ്ങ് വരച്ച് കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ഇതിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ജനറേറ്റേഴ്സ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സർക്കിളിനെ എന്ത് ചെയ്തു? ഞാൻ പർട്ടിക്കുലർ നമ്പർ ഓഫ് ഡിവിഷൻസ് ആക്കി ഇടുവാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം 90 വെച്ച് 2 ലൈൻസ്, ഒരു വെർട്ടിക്കൽ ഒരു ഹോറിസോണ്ടലും വരച്ച് ആദ്യം 4 ഈക്വൽ ഡിവിഷൻസ് അങ്ങ് ആക്കിയിട്ടു. എന്നിട്ട് 45 degree വെച്ചിട്ട് 8 ഈക്വൽ ഡിവിഷൻസ് എനിക്ക് വേണം. കാര്യം ജനറേറ്റേഴ്സ് എനിക്ക് എന്ത് ചെയ്യണം? വരയ്ക്കണം, കോണിനെ കടത്തെയും വലത്തേക്ക് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഫസ്റ്റ് അവിടെ നിന്ന് 45, 0, 10, 20, 30, 35, 45 കൊണ്ട് നിർത്തണം. അതേപോലെ ഇപ്പുറത്തെ സൈഡ് 10, 20, 30, 40, 45 നിർത്തി. 45 നിർത്തിയിട്ട് അവിടെ പോയിൻ്റ് കൊണ്ട് വെച്ചു. അതുകൊണ്ട് ഈ പോയിൻ്റ് നിന്നാണ് നമുക്കാണ് പോയിൻ്റ് കൊണ്ട് വെച്ചു. ഈ ലൈനിൽ ഇങ്ങനെ വലിച്ചങ്ങ് വിടരുത്, ജസ്റ്റ് ഈ സർക്കിളിനകത്തുള്ള പോർഷൻ മാത്രം ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി ജനറേറ്റർ. അതേപോലെ ഇവിടെയും എന്താണ്, ഇത് ഫുള്ള് വലിച്ചങ്ങ് വിടരുത്, ഇവിടെ മാത്രം ഈ സാധനം മാത്രം എന്ത് ചെയ്താൽ മാർക്ക് ചെയ്താൽ മതി. ഞാൻ ഡാർക്ക് ചെയ്യാനുള്ളത് എന്താണ്, ഈ ഡാർക്ക് പെന്ന് വെച്ച് ഡാർക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾ ലൈറ്റായിട്ട് കൂട്ടിയാൽ മതി ഇതല്ല. അപ്പോൾ ഇനി ജനറേറ്റേഴ്സിന് പോയിൻറ്റ്സിന് പേര് കൊടുക്കണം. ജനറേറ്റർ ബേസിലെ കോർണേഴ്സിൻ്റെ പോയിൻ്റ്, ഇത് A എന്ന് പറയുന്ന പോയിൻ്റ്, ഇത് B എന്ന് പറയുന്ന പോയിൻ്റ്, ഇത് C എന്ന് പറയുന്ന പോയിൻ്റ്, ഇത് D, ഇത് E, ഇത് F, ഇത് G, ഇത് H. ഇനി അപ്പെക്സ് O2 ആണ്. അപ്പോൾ ബേസിലെ ഈ സർക്കിളിൻ്റെ ബേസിലെ പോയിൻ്റ് O1, അപ്പെക്സ് O2 ആണ്. അപ്പോൾ O1 O2 എന്ന് പറഞ്ഞ് അത് നിർത്തി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറയുന്നത് ഇതിൻ്റെ O1 O2ൻ്റെ എലിവേഷൻ വരയ്ക്കുകയാണ്. O1 O2ൻ്റെ എലിവേഷൻ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ചെയിൻ ലൈൻ, ഇത് ഇത്തിരി HP പെൻസിലാണെന്ന് നോക്കാം. ഭയങ്കര ഡാർക്ക്നെസ്, ലൈറ്റായിട്ട് വരച്ചാലും ഭയങ്കര ഡാർക്കായിട്ട് കാണുന്നുണ്ട്. ഞാൻ അവസാനം ഡാർക്ക് ചെയ്യാം കേട്ടോ, നമ്മൾ ഇത് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് പറഞ്ഞിട്ട് 70 mm ആണ്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് O1 ഡാഷ് ഇടാം. 70 mm എന്ന് പറയുമ്പോഴത്തേക്ക് 70 mm നമ്മൾ ഇതിൽ തന്നെ മാർക്ക് ചെയ്യുക അല്ലേ. 7 cm 70 mm എന്ന് പറയുമ്പോൾ 7 cm വരും. അപ്പോൾ ഈ ഒരു എൻഡിൽ വരും. അപ്പോൾ ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണ് കേട്ടോ? O2
ഡാഷായിട്ട് ഇട്ടു. ഈ പിരമിഡാണ്, അപ്പോൾ അതുകൊണ്ട് എല്ലാ ജനറേറ്റേഴ്സും നമുക്ക് എവിടം വരെ കൊണ്ടുപോയാൽ മതി? ഇവിടം വരെ കൊണ്ടുപോയാൽ മതി. ഇതിൻ്റെ ഇതുവരെ എ എന്ന് പറയുന്ന പോയിൻ്റ് എ ഡാഷ് ഇവിടെ കിട്ടും അല്ലേ? ഇത് എ ഡാഷ് ആയിരിക്കും. ബിയും എച്ചും ഇവിടെ എന്ത് വരും? ഈ പോയിന്റിൽ ബി ഡാഷ് എച്ച് ഡാഷ് വരും. ജിയും സിയും ഇപ്പോൾ ഇതിൻ്റെ മണ്ടയിൽ കൂടി ഈ പോയിന്റിൽ ജി ഡാഷ് സി ഡാഷ് വരും. ഡി എഫ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് കൊണ്ടുവന്നാൽ ഇവിടെ ഡി ഡാഷ് എഫ് ഡാഷ് വരും. ഇ എന്ന് പറയുന്ന മേളിലേക്ക് കൊണ്ടുവന്നാൽ ഇവിടെ ഇ ഡാഷ് വരും. അപ്പോൾ ഈ പോയിൻറ്റ്സ് എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു? മാർക്ക് ചെയ്യുന്നു. പോയിൻ്റ് ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മാർക്ക് ചെയ്തോളാം. അതിൽ ഇനി മാറ്റി വെക്കരുത്. എ ഡാഷ് കിട്ടി. ഇവിടെ എന്താണ്? ബിയും എച്ചും ആണ്. അപ്പോൾ ബി ഡാഷ് കോമ എച്ച് ഡാഷ്. ഇപ്പോൾ ഇവിടെ വരുന്നത് ജി വരുന്നുണ്ട്, സി വരുന്നുണ്ട്. അപ്പോൾ ജി ഡാഷ് സി ഡാഷ്. ഡി എഫ്, ഇപ്പോൾ ഇവിടെ ഡി ഡാഷ് എഫ് ഡാഷ്. സി പോയിൻ്റ് എന്ന് പറയുന്നത് ഇ ഡാഷ്. ഇനി നമുക്ക് വേണ്ടിയത് ഇതെല്ലാം കൂടി എന്തുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ O2 എന്ന് പറയുന്ന അപ്പെക്സുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇത് നമ്മുടെ ഔട്ടർ പ്രൊഫൈല് ഞാൻ ആദ്യമേ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇ ഡാഷും O2 ഡാഷും കൂടെ എന്ത് ചെയ്യുന്നു? വരച്ച് കംപ്ലീറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഈ പോയിൻറ്റും ഇതും കൂടിയും വരച്ച് കംപ്ലീറ്റ് ചെയ്യുന്നു. ജനറേറ്റർ ആണെങ്കിൽ ഇത് ആക്സിസിൻ്റെ മണ്ടയിൽ കൂടി അങ്ങ് ജനറേറ്റർ ആക്കാം. അത് കണ്ടിന്യൂസ് ലൈനായി അങ്ങ് പോകും. അപ്പോൾ ചെയിൻ ലൈൻ അങ്ങ് മാറും. പിന്നെ ഇതും വരച്ച് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ പ്ലാൻ എലിവേഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരേ ഡാർക്ക്നെസ്സിൽ കിടക്കുക ഈ സാധനം. അപ്പോൾ നമുക്ക് ഡാർക്ക് ആക്കേണ്ട സാധനം ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം ഞാൻ എന്ത് ചെയ്യുന്നു? ഇത് പേന കൊണ്ട് വരയ്ക്കുക. നിങ്ങൾ പേന കൊണ്ട് വരയ്ക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ലൈറ്റ് ലൈൻസ് 2H പെൻസിൽ ഉപയോഗിച്ചും വരയ്ക്കുക. ഡാർക്ക് ലൈൻസ് H പെൻസിൽ, അല്ലെങ്കിൽ H എടുത്തിട്ട് ഇത്തിരി പ്രഷർ കൂട്ടി വരച്ചാൽ 2H എടുത്ത് പ്രഷർ കൂട്ടി വരച്ചാൽ Hൻ്റെ ഡാർക്ക്നെസ്സിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് അറിയാൻ വേണ്ടി. അപ്പോൾ ഇത്ര മാത്രമേ ഡാർക്കായാൽ മതി. ഇതിൻ്റെ അപ്പെക്സ് ഇത്രയും മാത്രം ഡാർക്കായാൽ മതി. ഇനി എന്തിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ കോണിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് ജനറേറ്റ് എഡ്ജസ് ഒന്നുമില്ല. അപ്പോൾ ഔട്ടർ പ്രൊഫൈൽ മാത്രം എന്ത് ആയി കാണിച്ചാൽ മതി? ഡാർക്കായി കാണിച്ചാൽ മതി. ഔട്ടർ പ്രൊഫൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും പോർഷൻ മാത്രമേ വരത്തുള്ളൂ. ഈ ഔട്ടർ പ്രൊഫൈൽ ഇത്രയും സ്ഥലം മാത്രം ഡാർക്കായിട്ട് നമുക്ക് വരും. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു. ജനറേറ്ററിൻ്റെ പ്ലാൻ എലിവേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വരയ്ക്കേണ്ടത്, അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ എന്തായിരുന്നു? നമ്മുടെ സിമ്പിൾ പൊസിഷനാണ്. സിമ്പിൾ പൊസിഷൻ. ഇനി സിമ്പിൾ പൊസിഷൻ കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് വേണ്ടിയത് ഇതിനെ എന്ത് ചെയ്യണം? ഇറ്റ്സ് ജനറേറ്റർ ഓൺ HP. ഇൻക്ലൈൻഡ് HP ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സെക്കൻഡ് റൊട്ടേഷനിൽ വിത്ത് റെസ്പെക്ട് ടു HP തന്നെയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. പക്ഷേ എങ്ങനെ വരുന്ന രീതിയിൽ ജനറേറ്റർ ഓൺ HP ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ജനറേറ്റർ ഓൺ HP. ജനറേറ്റർ ഇത്ര ഡിഗ്രി ഇൻക്ലൈൻഡ് HP നമ്മൾ ചെയ്യാൻ പറഞ്ഞാൽ ഈ ജനറേറ്ററിനെ പിടിച്ച് ആ ഇൻക്ലിനേഷനിലോട്ട് കൊണ്ടുവരും. ഇൻക്ലൈൻഡ് എത്രയാണോ പറഞ്ഞാൽ ആ ലൈൻ വരച്ചിട്ട് കൊണ്ടുവരും. ഇവിടെ അങ്ങനെയൊന്നും വേണ്ട. ജനറേറ്റർ ഓൺ HP-യിലാവണമെന്നാണ്. നമ്മളിപ്പോൾ എലിവേഷൻ നോക്കുമ്പോൾ XY ലൈനാണ് നമ്മുടെ HP ആയിട്ട് സങ്കല്പിക്കുന്നത്. എലിവേഷൻ നോക്കുമ്പോൾ എന്താണ് സങ്കല്പിക്കുന്നതല്ല, XY ലൈനോട് ചേരും നമ്മൾ HP എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു എലിവേഷനെ സംബന്ധിച്ചിടത്തോളം HP എന്ന് പറഞ്ഞാൽ ഈ XY ലൈനാണ്. അപ്പോൾ ജനറേറ്റർ ഓൺ HP എന്ന് പറഞ്ഞാൽ ഈ ജനറേറ്റർ, അതായത് ജനറേറ്ററിൻ്റെ എലിവേഷൻ എന്ന് പറയുന്നത് XY ലൈനിൽ കൊണ്ടിട്ടാൽ അത് HP-യിൽ കൊണ്ടിടുന്ന എഫക്റ്റാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ റൈറ്റ് സൈഡിലോട്ടല്ലേ ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിലോട്ട് ലെഫ്റ്റും ചെയ്യാം, പക്ഷേ നമ്മൾ റൈറ്റ് ചെയ്യാം. റൈറ്റ് സൈഡിലെ ഈ ജനറേറ്ററിനെ പിടിച്ച് ഞാൻ എന്ത് ചെയ്യാം? HP-യിൽ കൊണ്ടിടുവാണ്. അത് HP-യിൽ കൊണ്ടിട്ടു. XY ലൈനിൽ കൊണ്ടിട്ടാൽ അത് HP-ക്ക് ഇടുന്നത് തുല്യമാവും. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റ്സും അപ്പോഴേ ഞാനങ്ങ് മാർക്ക് ചെയ്യണം. ചുമ്മാ വെറുതെ നിങ്ങൾ ഈ പോയിൻ്റ് മാർക്ക് ചെയ്യാതെ പടം വരച്ചാണ് നിങ്ങൾക്ക് പലപ്പോഴും കൺഫ്യൂഷൻസ് കൂടി വരുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തോ അവിടെ എന്താണെന്നുള്ളത് അപ്പോൾ തന്നെ എഴുതുകയും വേണം. അപ്പോൾ ഈ ഡാഷാണ് ഈ പോയിൻ്റ്, ഈ പോയിൻ്റ് ഇവിടെ എഴുതി. നെക്സ്റ്റ് ഇതിൻ്റെ എൻ പോയിൻ്റ് അടുത്ത അപ്പെക്സ് O2 ഡാഷ് എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ എഴുതി. ഇനി അടുത്ത പോയിൻറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ലൈൻ എന്ന് പറയുന്ന സാധനം ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ലൈൻ വേണമെങ്കിൽ ഞാൻ ഡാർക്കായിട്ട് അങ്ങ് വരയ്ക്കാം. കാര്യം ഈ ഡാഷ് O2 ഡാഷ് എന്ന് പറയുന്ന ലൈൻ എന്തായിട്ട് ഡാർക്കായിട്ട് ഞാനങ്ങ് വരച്ച് കാണിക്കുവാണ്. ഓക്കെ, വരച്ച് കാണിച്ചു. നെക്സ്റ്റ് ഈ ഡാഷിൽ നിന്ന് A ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക, കോമ്പസ് എടുക്കുക, ഇവിടുത്തെ ഈ ഡാഷ് വയ്ക്കുക, ആർക്ക് വരയ്ക്കുക. നെക്സ്റ്റ് ഈ ഡാഷ് എന്ന് വരച്ച ഡിസ്റ്റൻസ് എടുത്തിട്ടല്ലേ A ഡാഷ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ആർക്ക് വരച്ചത്. ഇനി A ഡാഷിൽ ഈ ആർക്കിലൊരു മുട്ടലും കൂടെ വരണം, എന്നാലേ A ഡാഷ് കറക്റ്റ് ലൊക്കേറ്റ് ആവും. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഉള്ള O2 ഡാഷാണ്. അപ്പോൾ ഇവിടെ ഉള്ള O2 ഡാഷിൽ നിന്ന് A ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. എന്നിട്ട് ഇവിടെ ഉള്ള O2 ഡാഷിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക? ആ ആർക്കി കൊണ്ടുവന്ന് മുട്ടിക്കുക. ഓക്കെ, അപ്പോൾ ആർക്കി കൊണ്ടുവന്ന് മുട്ടിക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എന്ത് ചെയ്തു? ഒരു പോയിൻ്റ് മുട്ടിച്ച് കിട്ടി. ആ പോയിൻ്റാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? A ഡാഷ് എന്ന് പറയുന്ന പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക്
ആ എ ഡാഷ് എന്ന് പറയുന്ന പോയിൻറ്റിലേക്ക് ഈ ഡാഷ് എടുത്ത് ജോയിൻ ചെയ്തെടുത്ത ഒരു ചെറിയൊരു ഔട്ടർ പ്രൊഫൈൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്തിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി, ബാക്കി ഇതിനിടയ്ക്കുള്ള പോയിൻറ്റ്സിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. അപ്പോൾ ഇടയ്ക്കുള്ള പോയിൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഇവിടെ നിന്ന് ഇതിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസിലേക്കുള്ള ഇതെടുക്കുക. ഇതിൻ്റെ സെൻറ്റർ ഒരു ഡിസ്റ്റൻസ് ആൻഡ് ഇതിൽ നിന്ന് ഈ ഡാഷിൽ നിന്ന് സെൻറ്റർ വരെയുള്ളത്. അപ്പോൾ അവിടെ ജി ഡാഷ് ഉണ്ട്, സി ഡാഷ് ഉണ്ട്, O1 ഡാഷ് ഉണ്ട്. 3 കാര്യങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അത് ഞാൻ ആദ്യമേ അങ്ങ് മാർക്ക് ചെയ്യുക. ഇവിടെ ജി ഡാഷ് ഉണ്ട്, സി ഡാഷ് ഉണ്ട്, പിന്നെ അതേപോലെ O1 ഡാഷും അവിടെ കിടപ്പുണ്ട്. നെക്സ്റ്റ് അടുത്ത ഈ ഒരു പോയിൻറ്റ്, അതായത് ഇവിടെ നിന്ന് ഇങ്ങേറ്റത്തേക്ക് അതിൻ്റെ ഈ ഒരു പോയിൻറ്റ്, ഈ എയുടെ തൊട്ടടുത്ത് ബി ഡാഷും എച്ച് ഡാഷും കിടപ്പുണ്ട്. അപ്പോൾ അതും കൂടി ഞാനിവിടെ എടുത്ത് കട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്തു. ഇവിടെ എന്താണ് ബി ഡാഷ്. നിങ്ങളെല്ലാം പെൻസിൽ വെച്ച് വരയ്ക്കാവോ? ഞാൻ പിന്നെ പേന ഉപയോഗിക്കുന്നത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന തെറ്റിക്കാതിരിക്കാനാണ്. പിന്നെ ഈ ഡാഷിൽ നിന്ന് ഇതൊരു ഡിസ്റ്റൻസ് എടുക്കുക. നമ്മുടെ എന്താണ് ഈ ഡാഷിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് എടുക്കുക, ഇവിടെ നിന്ന് എടുക്കുക, ഈ ഡിസ്റ്റൻസ് എടുത്ത് അവിടെ കട്ട് ചെയ്തു. നമുക്ക് അവിടെ ഒരു പോയിൻ്റ് കിട്ടി. അവിടെ നിന്ന് എന്താണ് ഡി ഡാഷ് എഫ് ഡാഷ്. ഓക്കെ, അപ്പം ഒബ്വിയസ്ലി നമുക്ക് ഈ പോയിൻറ്റ്സ് എല്ലാം എന്താണ് ഇങ്ങനെ തന്നെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന രീതിയിൽ തന്നെ കിട്ടും. ഇവിടെ വേറെ ഒന്നും ആലോചിക്കേണ്ട, ഡോട്ടഡിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട കാര്യം എന്താണ്, എഡ്ജസ് ഒന്നുമില്ല. ഇപ്പോൾ ജനറേറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഇതുപോലുള്ള ലൈറ്റ് ലൈൻസ് മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ വരച്ച അപ്പെക്സുമായിട്ട് യോജിപ്പിച്ച് കൊടുത്താൽ മതി. ഇനി ഇവിടെ ഔട്ടർ പ്രൊഫൈൽ എന്താണ്, നമ്മൾ എന്തായാലും ഡാർക്ക് ചെയ്തിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ ഔട്ടർ പ്രൊഫൈൽ എന്ന് പറയുന്നത് നമുക്ക് ഇതേപോലെ ഉണ്ട്, ഇ ഡാഷ് എ ഡാഷ് ഇവിടെ ഡാർക്ക് ചെയ്യണം. അപ്പോൾ അതേപോലെ ഇ ഡാഷ് എ ഡാഷ് കണ്ട ഇവിടെ ഇങ്ങനെ ഡാർക്ക് ചെയ്തിടുക. നെക്സ്റ്റ് അടുത്ത് എ ഡാഷ് O2 ഡാഷ്, എ ഡാഷ് O2 ഡാഷ് ഡാർക്ക് ചെയ്തിടുക, എ ഡാഷ് O2 ഡാഷ് ഡാർക്ക് ചെയ്തിടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളായി. നെക്സ്റ്റ് അടുത്ത നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എന്ത് വരയ്ക്കുക എന്നുള്ളതാണ്, പ്ലാൻ. ഇതിന് കറസ്പോണ്ടിങ് പോകാം. അപ്പോൾ ഈ എലിവേഷൻ ഉണ്ടതിന് വെച്ചുകൊണ്ട് പ്ലാൻ വരയ്ക്കണം. അപ്പോൾ ഇവിടെ താഴേക്ക് വെർട്ടിക്കൽസ് ഡ്രോപ്പ് ചെയ്യുക, ഇവിടെ നിന്നെല്ലാം ഹോറിസോണൽസ് വരയ്ക്കുക. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്താണ് പോയിൻറ്റ്സ് കിട്ടും. ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് പ്ലാൻ എന്ത് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും, വരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ എല്ലാ പോയിൻറ്റ്സും താഴേക്ക് വെർട്ടിക്കൽ, എ ഡാഷിൽ നിന്ന് വെർട്ടിക്കൽ വരയ്ക്കുന്നു. സോറി, അത് ഇ ഡാഷായിരുന്നു. ഇ ഡാഷിൽ നിന്ന് വെർട്ടിക്കൽ വരയ്ക്കുന്നു. പിന്നെ ഇവിടെ നിന്ന് വരയ്ക്കുന്നു. O1 ഡാഷിൽ നിന്ന് വെർട്ടിക്കൽ വരയ്ക്കുന്നു. ഇവിടെ നിന്ന് വരച്ച് തുടങ്ങിയാൽ മതിയായിരുന്നു. ഇവിടെ നിന്ന് വരച്ചിട്ട് അവിടോട്ട് വരയ്ക്കാം. പാരലായിട്ട് തോന്നില്ല. കറക്റ്റ് വെർട്ടിക്കലായിരിക്കണേ നിങ്ങൾ വരയ്ക്കുമ്പോൾ. വെർട്ടിക്കൽസ് എല്ലാ പോയിൻറ്റ്സൊന്നും ആയി, അല്ല ഈ പോയിൻ്റൊന്നും ആയില്ല, എല്ലാ പോയിൻറ്റ്സൊന്നും ആയി. നമുക്ക് ഇവിടെ നല്ല ഹോറിസോണ്ടൽ ജിയിൽ നിന്ന് ഹോറിസോണ്ടൽ ഈ ലൈൻ ഇതിനോട് വെച്ച് കൊടുത്താൽ അപ്പം ചേർത്ത് വെച്ചാൽ ഈ വരയ്ക്കുന്നത് അതിന് പെർപെൻഡിക്കുലറായിട്ട് വരും, ഹോറിസോണ്ടൽ കറക്റ്റ് കിട്ടും. അപ്പോൾ ജി എന്ന് പറയുന്ന പോയിൻ്റ് എവിടെ, ജി എന്ന് വരുന്നത് ജി ഡാഷ് നിന്ന്, ജി ഡാഷ് ഉണ്ട് ഇതാണ് ഈ പോയിൻ്റാണ്. അപ്പോൾ ഈ ഇതെന്ന് വരുന്നത് ഇതിനാണ് കൊടുക്കുന്നത്, ഇതാണ് ഇവിടുത്തെ ജി. ഓക്കെ, നെക്സ്റ്റ് അടുത്ത എച്ചും എഫും. എച്ചും എഫും ഒരേ ലൈനിൽ കിടക്കും, എച്ചും എഫും. അപ്പോൾ എച്ചും എഫും കിടക്കുമ്പോഴത്തേക്ക് എച്ചും എഫും എവിടെ ആക്കണം, എച്ച് എന്ന് പറയുന്നത് വേണ്ട തെറ്റിപ്പോകരുത്, പേനേട്ടായതുകൊണ്ട് പിന്നെ മാക്കിയാക്കൂല. എച്ച് ഇതാണ്ട ഇതാ, അല്ലേ ഇതല്ലേ എച്ച്, എച്ച് എച്ച് ദിസ് ഇസ് ദ പോയിൻറ്റ് എച്ച്. എഫ് ഏതാ, എഫ് താണ്ടാണ്ട് ഇവിടെ നിന്നാണ് വരുന്നത്, ഇസ് ദ പോയിൻറ്റ് എഫ്. എച്ചും എഫും. നെക്സ്റ്റ് അടുത്ത എ ഇ. വന്നു എ ഇ വരുവാണെങ്കിൽ എ ഇ ഇതാണ്ട ഇതാണ് ഇ, എ ഏതാണ്ട ഇവിടെ നിന്ന് വന്നു, എ ഡാഷൻ താഴേക്ക് വന്നു, എ ഡാഷൻ താഴെ വന്നതും എ. ഇത് ഇനി വീണ്ടും പറയണ്ടല്ലോ, നമ്മൾ ഒരുപാട് ചെയ്തതാണ്. ഇനി അടുത്തത് ബി ഡി. ബി ഡി ഇവിടെ വരയ്ക്കും. ബി ഡി വരയ്ക്കുമ്പോഴത്തേക്ക് ബി ഡി ബി ഇതാണ്ട ഇവിടെ നിന്നാണ്. അപ്പോൾ ഈ പോയിൻ്റ് ബി. ഡി ഇതാണ്ട് ഡി ഡാഷ് എന്നാണ്ട വരുന്നത്. അപ്പോൾ ഈ പോയിൻ്റ് ഡി. ഇനി അടുത്ത ഏതാ, സി. O2 ഞാൻ മാർക്ക് ചെയ്യല്ലേ, ഞാൻ ചെയ്യാം. സി. അപ്പോൾ സി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് സി എന്നും സി ഡാഷ് താണ്ട ഇവിടെ നിന്ന് അടുക്കുന്ന നമ്മുടെ ഈ പോയിൻ്റ് സി. ഇനി O1 O2 കൂടെ മാർക്ക് ചെയ്യുക. O1 താണ്ട ഇവിടെ കിടക്കുന്നു, O1 ഡാഷ് ഇവിടെ നിന്ന് വരുന്നു. ഇപ്പോൾ ദിസ് ഈസ് O1. O2 ഇവിടെ നിന്ന് വരുന്നു, O2 ഇതിൽ കിടക്കുന്നു, O2. ഇത്രയായി. ഇനി നമ്മളറിയാം ഇത് ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഇതുപോലുള്ള കോൺ ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ ബേസ് ആദ്യമേ എന്ത് ചെയ്യുക, ഡാർക്ക് ചെയ്ത് തരണം. ബേസ് ഡാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ എഡ്ജസ് തമ്മിൽ ഈ പോയിൻറ്റ്സ് കോർണറിലെ പോയിൻറ്റ്സ് തമ്മിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്ത് നോക്കുക, ഒന്ന് കറക്കി നോക്കുക, ജസ്റ്റ് ഒന്ന് കറക്കി നോക്കുക. എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ കൂടി ഒറ്റ ഒരു സിംഗിൾ ലൈൻ ഇതായിട്ട് വരച്ച് പോയാൽ മതി. ഇപ്പോൾ ഇവിടെ ഒന്ന് കർവാവണം.
ഇവിടെ ഒന്നുകൂടെ ഒന്ന് കർവായി വരണം. അങ്ങനെ കിട്ടും. വേണമെങ്കിൽ നമുക്കിത് ഞാൻ ഡാർക്ക് അങ്ങ് എടുക്കാം. ബേസ് ഇന്നർ സൈഡ് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം ആലോചിക്കുക. ഇവിടെ നിന്ന് ലൈൻ വിട്ട് കഴിഞ്ഞാൽ നോക്കിയേ, ബേസ് എല്ലാ പോയിൻറ്റ്സും കാണാം. അപ്പോൾ ഇത് ജി ആയാലും എച്ച് ആയാലും എല്ലാം കാണാം. അപ്പോൾ അതുകൊണ്ട് ബേസ് ഇന്നർ സൈഡും ഡാർക്ക് കണ്ടിന്യൂസ് ആയിരിക്കും. ഇത് ഫുള്ള് ഡാർക്ക് ആക്കണ്ട, നിങ്ങൾ നേരത്തെ വരച്ച് വെച്ചാൽ അറിയാം. ഇത് ബേസ് ഫുള്ള് കാണാമെന്നുള്ളതുകൊണ്ടാണ് ബേസ് അകത്തോട്ടും കൂടെ ഞാൻ ഇതാക്കിയത്, ഡാർക്കാക്കിയത്. ഇനി ഇതിന് ടാൻജൻ്റായിട്ട് ഒരു ലൈൻ എന്ത് ചെയ്താൽ മതി, വരച്ചാൽ മതി. പെൻസിൽ വെച്ച് വരച്ചിട്ട് അതിൻ്റെ കൂടെ വരയ്ക്കും. രണ്ട് കണക്ക് തന്നെയല്ലോ, നോക്കട്ടെ. ടാൻജൻ്റായിട്ട് ഒരു ലൈൻ വരച്ചാൽ മതി. പോയിൻറ്റ് ഇത് കറക്റ്റ് സിയിൽ കൊണ്ടൊന്ന് മുട്ടിക്കാൻ നിൽക്കണ്ട. ഇനി ഇപ്പുറത്തോട്ട് മുട്ടിയാലും മതി, ടാൻജൻ്റായിട്ടിരിക്കണം. അല്ലാതെ സിയിൽ നിന്ന് തുടങ്ങണമെന്നൊന്നും അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല കേട്ടോ. അത് ആലോചിച്ചോളൂ. ഇത് ചിലപ്പോൾ ഇതിനകത്തൂടെ കട്ട് ചെയ്ത് അകത്ത് കയറരുത്, ഇങ്ങനെ തന്നെ ഇരിക്കണം. ഈ ഓവൺ ഒട്ടു എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ആക്സസ് ആണ്. അത് ചെയിൻ ലൈനായിട്ട് വേണമെങ്കിൽ മാർക്ക് ചെയ്തിടാം. പിന്നെ ഇനി ജനറേറ്റേഴ്സ് ഒന്നും ഇവിടെ വരയ്ക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. ഔട്ടർ പ്രൊഫൈൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഡാർക്ക് ചെയ്ത് ഇട്ടിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റുന്ന സാധനമാണ്. ഇനി അടുത്തൊരു പരിപാടിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദ പ്ലെയിൻ കണ്ടെയ്നിങ് ദാറ്റ് ജനറേറ്റർ ആൻഡ് ദ ആക്സിസ്. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ പിടിച്ചിട്ടു. ഇപ്പോൾ ഒരു കോൺ താണ്ട ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ കോൺ ജനറേറ്റർ ഇങ്ങനെ കിടക്കുമ്പോൾ ഉള്ള പ്ലാനും എലിവേഷനുമാണ് ഞാൻ വരച്ചേക്കുന്നത്. എൻ്റെ എലിവേഷൻ ഇതാണ്. ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഉള്ള വ്യൂ ഇതായിരിക്കും. ടോപ്പിൽ നോക്കുമ്പോൾ ഉള്ള വ്യൂ ഇതൊരു എലിപ്സ് പോലെ കാണും. ബാക്കി ഇങ്ങനെ. ഇനി ഇതിൽ എ പ്ലെയിൻ കണ്ടെയ്നിങ് ദ ജനറേറ്റർ, ഈ ജനറേറ്റർ കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിൻ ആൻഡ് ദ ആക്സസ് ഇതല്ലേ. അപ്പോൾ ഇതാണ് നടുക്കൂടെ പോകുന്ന ആക്സസ്. അപ്പോൾ ഇത് രണ്ടും കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനാണ്. എന്തിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ? നമ്മുടെ HP-ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു പ്ലെയിനാണ്. ഈ പ്ലെയിനിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് അല്ല. ഒന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഇത് നിങ്ങൾ ശരിയാകും. കൂടുതൽ ചിന്തിച്ചാൽ നിങ്ങൾ തെറ്റിക്കുകയും ചെയ്യും. അതാണ് എൻ്റെ പ്രത്യേകത. ഇങ്ങനെ ഒരു പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു HP. അപ്പോൾ ഇങ്ങനെ HP-ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലെയിൻ. ഈ പ്ലെയിൻ ആൻഡ് ഈസ് ഇംഗ്ലൈൻഡ് അറ്റ് 45 ഡിഗ്രി ടു VP. ഈ പ്ലെയിനിനെ 45 ഡിഗ്രി ഇംഗ്ലൈൻഡ്. ഇവിടെ അപ്പാൻഡ് ഇംഗ്ലീഷ് എടുക്കട്ടെ. ഈ പ്ലെയിനിൻ്റെ ഇംഗ്ലീഷനാണ് 45 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പ്ലെയിൻ ഓൾറെഡി നമുക്ക് പെർപെൻഡിക്കുലർ ടു HP എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് എത്ര ഡിഗ്രി ഇംഗ്ലൈൻഡ് ആയാൽ മതി? 45 ഡിഗ്രി ഇംഗ്ലൈൻഡ് ആയാൽ മതി. അപ്പോൾ ഇവിടെ അപ്പാരൻ്റ് ഇംഗ്ലീഷൻ വേണ്ട എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം അത് നിങ്ങൾ ആലോചിക്കണം. ഇംഗ്ലൈൻഡ് VP പറയുമ്പോഴത്തേക്ക് അപ്പോൾ പ്ലെയിൻ ഈസ് എന്താണ്, 45 ഡിഗ്രി ഇൻക്ലൈൻ ടു VP. ആ പ്ലെയിൻ എന്ന് പറയുന്നത് എന്ത് കണ്ടെയ്ൻ ചെയ്യുന്നു? ജനറേറ്റർ കണ്ടെയ്ൻ ചെയ്യുന്നു. അപ്പോൾ പ്ലെയിനും ജനറേറ്ററും കൂടെ എങ്ങനെ കണക്ട് ചെയ്യണം? ജനറേറ്റർ എടുത്ത് ഇട്ടാൽ മതി. 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആവുന്നത് എന്താണ്? പ്ലെയിനാണ്. ആ പ്ലെയിനിൽ ആ ഇൻക്ലൈൻഡ് ആവുന്ന ലൈനിൽ എന്തെടുത്തിട്ടാൽ മതി? ഡയറക്റ്റായിട്ട് നമ്മുടെ ജനറേറ്റർ എടുത്തിട്ടാൽ മതി. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ഒരു പോയിൻ്റ് എടുക്കുക. അവിടെ നിന്ന് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ഒരു ലൈൻ അങ്ങ് വരയ്ക്കുക. ഇവിടെ ഇപ്പുറത്തോട്ട് എടുക്കുന്നു. 45 എടുത്തു. 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ലൈൻ എടുക്കുന്നു. എത്ര ഡിഗ്രിയാണ്? 45. ഇത് എടുക്കുന്ന സാധനമൊക്കെ ഇവിടെ മാർക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കാര്യം ആയിരിക്കണം, നോ അപ്പാരൻറ്റ് ഇൻക്ലിനേഷൻസ് റിക്വയർഡ് എന്നുള്ളത് മനസ്സിലാക്കണം. എന്താണ്? പ്ലെയിനിൻ്റെ ഇൻക്ലിനേഷനാണ്. നമ്മളല്ലാതെ ആക്സിസ് എന്നും പറഞ്ഞ് വരച്ച് കളയരുത്. ഈ അപ്പാരൻറ്റ് എന്തെങ്കിലും അറിഞ്ഞുകൊടുത്തോളം ഇത് കറക്റ്റ് വരയ്ക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഈ ജനറേറ്റർ എടുത്തിടുക എന്നുള്ളത്. ജനറേറ്റർ ഏതാ? നമ്മുടെ ഈ പ്ലെയിൻ കണ്ടെയ്നിങ് ദ ആക്സിസ് അല്ലേ, ജനറേറ്റർ അല്ലേ, സോറി. അവിടെ ആക്സിസ്, പ്ലെയിൻ കണ്ടെയ്നിങ് ദ ആക്സിസ് ആൻഡ് ജനറേറ്ററാണ്. അപ്പോൾ ആക്സിസ് എടുത്തിട്ടാൽ മതി. നമ്മളതിനെ എന്തെടുത്തിട്ടാൽ? ആക്സിസ് എടുത്തിട്ടാൽ മതി. പ്ലെയിൻ കണ്ടെയ്നിങ് ദ ജനറേറ്റർ ആൻഡ് ദ ആക്സിസ് ഈസ് പെർപെൻഡിക്കുലർ ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആക്സിസിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു ലൈനിലേക്ക് എടുത്തിടേണ്ടത്. ആക്സിസ് ഇവിടെ എത്ര? ഓവൺ ഒട്ട് ഇതാ അടക്കണം. ദിസ് ഈസ് ദ ആക്സിസ്. ഈ ആക്സിസിനെ ഇങ്ങോട്ടേക്ക് എടുത്ത് ട്രാൻസ്ഫർ ചെയ്തു. ഇപ്പം ഞാനിതൊരു ബോക്സ് വരച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കാം. കാര്യം വേണോ? വേണ്ട. വേണമെങ്കിൽ ബോക്സ് വരച്ച് ചെയ്യാം. ബോക്സ് വരച്ച് എളുപ്പമാണെന്ന് തോന്നുന്നത്. O1 ഈ പോയിൻറ്റ് O2. അപ്പോൾ ഇതിൽ കുറച്ച് ഡിസ്റ്റൻസ് മാറിയാണ്ട് ഇതിൻ്റെ മുകളിൽ O1ൻ്റെ തൊട്ടിപ്പുറത്ത് മുകളിൽ E കിടപ്പുണ്ട്, തൊട്ടപ്പുറത്ത് എന്ന് കിടപ്പുണ്ട്, എയും കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് മുകളിലോട്ട് ഇവിടെ E മാർക്ക് ചെയ്യാം,
ഇവിടെ എ മാർക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഈ പോയിൻ്റ് O1 കിട്ടിയെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? എ കിട്ടും. ഇവിടെ നമുക്ക് ഇ കിട്ടും. ഈ ലൈനിൽ തന്നെ കിടക്കുകയല്ലേ. ദിസ് ഈസ് O2. പിന്നെ ബാക്കി പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആർക്ക് വരച്ച് തന്നെ ചെയ്യാം. ഞാൻ പിന്നെ വേറെ വരയ്ക്കാൻ പോകുന്നില്ല. ജി O2-ൽ നിന്ന് ജി വരെയുള്ള ഡിസ്റ്റൻസ്. ഇവിടുത്തെ O2-ൽ വെച്ച് ഇവിടെ ഒരു ആർക്ക്. എന്നിട്ട് നെക്സ്റ്റ് O1-ൽ നിന്ന് എവിടെ വരെയുള്ള ഡിസ്റ്റൻസ്? ജി വരെയുള്ള ഡിസ്റ്റൻസ്. അവിടെ നിന്നാണെങ്കിൽ ഒരു O1 എന്നൊരു ഹൊറിസോണ്ടൽ വരച്ചാൽ ഒരു പെർപെൻഡിക്കുലർ വരച്ചാലും നമുക്ക് കിട്ടും കേട്ടോ ജി. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അത് പല രീതിയിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഞാനിപ്പോൾ ഇത് അതിൽ മുട്ടിയില്ല, അപ്പോൾ ഒന്നുകൂടെ വരയ്ക്കാം. പല രീതിയിൽ ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനെയാണ് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പോയിൻ്റ് നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് കിട്ടും. ദിസ് ഈസ് ജി എന്ന് പറയുന്ന പോയിൻ്റ്. ഇനി വേണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ഞാനിപ്പോൾ ഒരു വേറൊരു രീതി നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ജി കിട്ടിയാണ്ട് ഇതിപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ലൈൻ വരച്ച് കഴിഞ്ഞാൽ മതി. ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇത് മുകളിലോട്ടും താഴോട്ടുമാണ്. മുകളിൽ ജി കിടക്കും. വേണ്ട, ഈ O1-ൻ്റെ മുകളിൽ ഇവിടെ ആയിട്ട് ജി കിടക്കും. ഇതിന് താഴെയായിട്ട് വേണ്ട നമ്മുടെ സി വരും. അതേ ഡിസ്റ്റൻസൊക്കെ തന്നെയായിരിക്കും. പിന്നെ നമ്മൾ ചെറിയ വേരിയേഷൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. അപ്പോൾ നമുക്ക് ഇവിടെ സി കിട്ടി. അപ്പോൾ ഇതിൽ കുറച്ച് ഡിസ്റ്റൻസ് ഇപ്പുറത്ത് മാറിയാണ്ട് ഈ ലൈനാണ്ട് ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ലൈനാണ്. ഈ ലൈനിൽ ഇവിടെയും വെച്ച് രണ്ട് ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചാൽ അത് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നോക്കിയാൽ O1-ൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസിൽ O1 മുകളിലൊരു ഡിസ്റ്റൻസ്, താഴെ ഒരു ഡിസ്റ്റൻസ്. ഇവിടെ വെച്ചൊരു പെർപെൻഡിക്കുലർ ലൈൻ ഞാനിങ്ങനെ വരയ്ക്കുന്നു എന്ന് വെച്ചോ. ഞാൻ നേരത്തെ ആർക്ക് വെച്ച് കൺവേർട്ട് ചെയ്യുന്ന ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു രണ്ട് ലൈൻസ് വരച്ചിട്ടാൽ അതിൻ്റെ ഉപയോഗം നോക്കിയിടേ. അതുകൊണ്ട് ഈ ലൈനിൽ നിന്ന് ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ടാണ്ട് ഈ ഡിസ്റ്റൻസ് മാറി, ലെഫ്റ്റിലോട്ട് ഈ ഡിസ്റ്റൻസ്, റൈറ്റിലോട്ട് ഈ ഡിസ്റ്റൻസ് മാറിയാൽ രണ്ട് പോയിൻറ്റ്സ് അവിടെ കിട്ടും. മുകളിൽ അപ്പുറവും അതേപോലെ ഇപ്പുറവും. അതേപോലെ തന്നെ ഇവിടെയും താഴെയും അപ്പുറവും ഇപ്പുറവും. ഉണ്ട് ഇവിടെ ഈ സി എന്ന് മാറി ഇവിടെ ഡി കിടപ്പുണ്ട്, ഇവിടെ എന്താണ് ബി കിടപ്പുണ്ട്. നേരത്തെ പോലെ നമ്മൾ ചെയ്ത പോലെയും ചെയ്യാം. ഇവിടെ ജി തൊട്ടപ്പുറത്ത് ഇവിടെ എഫ് കിടപ്പുണ്ട്, ഇവിടെ എന്താണ് എച്ച്. നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ച് ചെയ്യാം, അതാണ് സംഭവം. ഇനി ജോയിൻ ചെയ്യുമ്പോൾ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിക്ക് കണക്ട് ചെയ്താൽ മതി. അല്ലാതെ ഇനി വേറെ ഒന്നും ഇവിടെ എന്ത് ചെയ്യണ്ട, നോക്കിക്കൊണ്ട് നിൽക്കണ്ട. ഇവിടെ മാറിപ്പോയി. ഓക്കെ, നെക്സ്റ്റ് എന്തുമായിട്ട് കണക്റ്റ് ആയാൽ O2-ആയിട്ട് കണക്ട് ചെയ്യുക. ഇതൊക്കെ വീഡിയോയിൽ കിട്ടുന്നുണ്ടോടെ? ഉണ്ട്. ഇതും അതേപോലെ അല്ലേ? O2-ആയിട്ട് കണക്ട്. നെക്സ്റ്റ് ഇവിടെ നിന്ന് നമുക്ക് വെർട്ടിക്കൽസ് വരയ്ക്കാം. ബാക്കി മുകളിലോട്ടുള്ള പരിപാടികളാണ്. വെർട്ടിക്കൽസ് വരയ്ക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ആദ്യമേ വരയ്ക്കാം. അതുകൊണ്ട് ഇവിടെ പാരലൽ അടിച്ച് പോയാൽ മതി. O2-ന്ന് ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ജിന്ന് എച്ച്ന്ന് എഫ്ന്ന് ഇന്ന് O1-ന്ന് എന്ന് ഡിന്ന് ബിന്ന് സിന്ന്. ഓക്കെ, നെക്സ്റ്റ് ഈ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ എ ഡാഷിൽ നിന്ന് ഹൊറിസോണ്ടൽ. എ ഡാഷിൽ നിന്ന് ഹൊറിസോണ്ടൽ വരയ്ക്കുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഏതാ? എ ഡാഷിൽ നിന്ന് ഹൊറിസോണ്ടൽ വരച്ചു. ഇവിടെ എ ഡാഷ് മാറിപ്പോകരുത്, അത് എ ഡാഷ് തന്നെ വരയ്ക്കണം. നെക്സ്റ്റ് അടുത്ത് എന്ത് ചെയ്യാം? അടുത്ത് എന്ത് വരും? ബി ഡാഷ് എച്ച് ഡാഷ് അല്ലേ? അപ്പോൾ അവിടെ നിന്ന് ഹൊറിസോണ്ടലൊക്കെ തന്നെ എന്തോ ഞാൻ ദൂരെ നിന്ന് വരയ്ക്കുന്നുണ്ട്, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വേരിയേഷൻ വരും. ബി എവിടെ? അതാണ്ട് ഇതാണ് ബി. അപ്പം ഈ ലൈനും എച്ച് എന്ന് പറയുന്നതാണ്ട് ഇവിടെ നിന്ന് എച്ച് ഡാഷ്. നെക്സ്റ്റ് അടുത്ത ഏതാ? ഇതിൽ 3 ഉണ്ടല്ലേ? O1 ഉണ്ട്, ജി ഉണ്ട്, സി ഉണ്ട്. O1 ഡാഷ്, ജി ഡാഷ്, സി ഡാഷ്. അപ്പോൾ O1 ദാണ്ട് ഇവിടെ നിന്ന് വരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് O1 വരുന്നു. അപ്പോൾ ഈ പോയിൻ്റ് O1 ഡാഷ്. ജിയും സിയും ഉണ്ട്. ജി എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇത് ജി ഡാഷ്. സി എവിടെ നിന്നാണ്? ദാണ്ട് ഇവിടെ നിന്നാണ്.
ഇവിടെ സി ഡാഷ്. നെക്സ്റ്റ് അടുത്ത സാധനം ഡിയും എഫും ഹോറിസോണ്ടൽ വരച്ച് വന്നു. ഇപ്പോൾ ഡി ഡാഷ് എഫ് ഡാഷ് ഏതാ നോക്കുക. ഡി ഏതാ? ബി സി ഡി 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 ഡി. ഇവിടെ ഡി ഡാഷ് വരും. എഫ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് എഫ് ഡാഷും വന്നു. നെക്സ്റ്റ് ഇ ഡാഷ് എന്ന് ഹോറിസോണ്ടൽ ഇതാ, വെർട്ടിക്കൽ ഇതാ. അപ്പോൾ ഇതാണ് ഇവിടെ നിന്ന് ഇ ഡാഷ്. ഇനി O2 ഡാഷ്. O2 ഇവിടെ നിന്ന് O1 O2 എന്ന് പറയുമ്പോൾ ഈ പോയിൻറ്റ് O2. ഇവിടെയും ഇതെന്ത് ചെയ്യുക? സർക്കിള് മാക്സിമം നിങ്ങൾക്ക് സർക്കിൾ പിടിക്കാൻ പറ്റുന്ന സാധനം ഫ്രീ ഹാൻഡായിട്ട് ജോയിൻ ചെയ്യുക. സ്ട്രെയിറ്റ് ലൈൻ ജോയിൻ ചെയ്യാതിരുന്നാൽ മതി. സർക്കിൾ എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ വേറൊരു ഷേപ്പ്, അതായത് എലിപ്സ് പോലെയൊക്കെ കിട്ടും ഏകദേശം. എന്നിട്ട് ഇതിൻ്റെ ഔട്ടർ പ്രൊഫൈൽ മാത്രം എന്ത് ചെയ്യാം? ഇത് ടച്ച് ചെയ്ത് വെക്കുക. ഇങ്ങനെ ടച്ച് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അതൊരിക്കലും ഇത് എന്ത് ചെയ്യരുത്, ഏതെങ്കിലും പോയിൻറ്റുമായിട്ട് O2-നെ കണക്ട് ചെയ്യരുത്. ഇതിൻ്റെ സർക്കിളിൻ്റെ ഔട്ടർ പോർഷനിൽ ജസ്റ്റ് ടച്ച് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഔട്ടർ പോർഷൻ മാത്രം. മൂന്നാമത്തെ ഫിഗറിൽ എപ്പോഴും നമ്മൾ ആലോചിക്കുക ഇന്നർ സൈഡ് എന്താണ്? ഡോട്ടായിട്ട് തന്നെ ചെയ്യും മോസ്റ്റ് ഓഫ് ദ കേസസ്. ഇവിടെ ബാക്കിയുള്ള ഇന്നർ സൈഡ് ഡോട്ടായിട്ട് ഇട്ടു. ഇനി ഇത് എന്ത് ചെയ്തു? ബാക്കി കണക്ട് ചെയ്യാം. ഇനി O1 O2 നമുക്ക് ചെയിൻ ലൈൻ മാർക്ക് ചെയ്താൽ ആക്സസുമായി. അപ്പോൾ അങ്ങനെ എന്താണ് 3 റൊട്ടേഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇവിടെ അപ്പാരൻറ്റ് ഇൻക്ലിനേഷൻസ് വേണ്ട എന്നുള്ളത് മനസ്സിലാക്കണം. പ്ലെയിൻ്റെ ഇൻക്ലിനേഷനാണ് പറയുന്നത്. പ്ലെയിൻ കണ്ടെയ്ൻ ദ ആക്സസാണ്. അപ്പോൾ ആ പ്ലെയിനിൻ്റെ ഇൻക്ലിനേഷനായിട്ട് വരച്ചിട്ട്, ഇപ്പോൾ ഇത് നമ്മുടെ പ്ലെയിനാണ്. ഇറ്റ്സ് എ പ്ലെയിൻ. ആ പ്ലെയിൻ എങ്ങനെ നിൽക്കുന്നു? ഇങ്ങനെ നിൽക്കുക. പ്ലെയിൻ ഇങ്ങനെ നിൽക്കുക. അതായത് പ്ലെയിൻ കണ്ടെയ്ൻ ദ ആക്സസ് ആണ് ജനറേറ്റർ. ഇതാണ് ഇതിനെ പിടിച്ച് 45 ഡിഗ്രി. അപ്പോൾ പ്ലെയിൻ ഇങ്ങനെ നിൽക്കുന്നു. അതിൽ ആക്സസും കിടപ്പുണ്ട്. അപ്പോൾ ആക്സസ് എടുത്ത് ആ പ്ലെയിനിലേക്ക് ഇട്ടാൽ മതി. പ്ലെയിനിലേക്ക് ഇട്ടിട്ട് ഈ പരിപാടി നടത്തുവാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇത് നമുക്ക് കിട്ടി. എനിക്ക് തോന്നുന്നു ഇനി ഒരു ടെട്രാഹെഡ്രൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ തോന്നുന്നു.